ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ് കാണിക്കാൻ പോകുന്നത്. അതുണ്ടാക്കുന്നത് ഇതുപോലെ കൊടപ്പൻ, വാഴപ്പൂവ് അല്ലെങ്കിൽ വാഴക്കൂമ്പ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഇതിൻ്റെ പേര് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ഈ ഒരു തോരൻ കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ആ കുടപ്പൻ്റെ പുറമേയുള്ള തൊലിയും പൂവും നമുക്കൊന്ന് കുറച്ച് നമുക്ക് ആ ഉൾഭാഗത്ത് ഇതുപോലെ ആ തോടിന് ഒരു വെള്ള കളർ വരുന്നത് വരെ നമുക്കൊന്ന് പൊളിച്ച് മാറ്റണം. അങ്ങനെ പൊളിച്ച് മാറ്റിയതിന് ശേഷം കയ്യിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ട് ആ കുടപ്പൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന നീണ്ടു നിൽക്കുന്ന ആ ഒരു കട്ടിയുള്ള തണ്ടുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുത്തതിന് ശേഷം വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ കൊത്തിയിട്ട് അരിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും അത് രണ്ടായി കട്ട് ചെയ്തിട്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ ആ രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ആ അരിഞ്ഞു വെച്ചിട്ടുള്ള കുടപ്പനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി കൈ വെച്ചൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം. എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം. അപ്പോൾ അങ്ങനെ തിരുമ്മിയെടുക്കുമ്പോൾ ആ അരിഞ്ഞു വെച്ചതിൻ്റെ എമൗണ്ട് കുറച്ച് കുറയുന്നത് പോലെ അതൊന്ന് യോജിച്ച് ഇങ്ങനെ കിട്ടും. ഇനി അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് 1/4 കപ്പ് നാളികേരം ചിരകിയത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 7-8 പച്ചമുളക്, 5 ചുവന്നുള്ളി, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഒരു 20 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി നല്ലതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വഴന്നു വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലോട്ട് ഒരു 2 വറ്റൽമുളക് ചെറിയ പീസുകളായി കട്ട് ചെയ്തതും, അതുപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ മുരിച്ചിൽ കൂടിയിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നീട് അതിലോട്ട് ഒരു 5-6 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികൾ മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള കുടപ്പൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ ചുവന്നുള്ളിയുടെ മിക്സുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴേക്കും നമ്മുടെ കുടപ്പനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് അത് കുക്കായി കിട്ടും. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് നമ്മുടെ കുടപ്പനിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് കുടപ്പനും നാളികേരത്തിൻ്റെ മിക്സും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിന് മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഒരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.